പിറവത്ത് പിണറായി വിജയൻ സംസാരിക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. ഞങ്ങൾ അന്യസംസ്ഥാന തൊഴിലാളികളെ കണ്ടു സംസാരിച്ചത് HOCയുടെ ഗേറ്റിലായിരുന്നു. HOCക്കാർ തന്നെ പറയുന്നത് അവരുടെ സ്ഥാപനത്തിൽ കുറേ നാളായി ശമ്പളം കൊടുക്കുന്നില്ല, കൂലിയില്ല. എവിടെയോ ഉണ്ടായ നഷ്ടത്തിൻ്റെ മേലെ ഇവിടെ ശമ്പളം കൊടുക്കാതിരിക്കാൻ നിലയാണുള്ളത്. FACT നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, ഈ ഒരു മേഖലയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. പക്ഷേ അവിടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ്റും മറ്റും സ്വീകരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു കെണിയൊരുക്കുന്നുവെന്നാണ് ആ തൊഴിലാളി പ്രതിനിധികൾ പറഞ്ഞത്. ആ കെണിയിലൂടെ FACT ഇല്ലാതാവും, FACTയുടെ സ്വത്തുക്കളും ഇല്ലാതാവും. അത് നല്ല ബുദ്ധിപൂർവ്വമുള്ള സ്വകാര്യവൽക്കരണം. FACTയെ സഹായിക്കലാണ്, പണം കൊടുത്തിട്ട് സഹായിക്കുക എന്നാണ് പറയുക, പക്ഷേ പീഡിപ്പിക്കലാണ്. 13.5% പലിശ നേരത്തെ ഉള്ളതിനും കൂടി ചേർക്കുക. അപ്പോൾ വലിയ ബാധ്യതയായി വരിക. സ്ഥലം മുഴുവൻ വിറ്റുക, സ്ഥലത്തിൻ്റെ ഗ്യാരണ്ടി വാങ്ങുന്നുണ്ട്. അപ്പോൾ സ്ഥലം മുഴുവൻ ആദ്യം തന്നെ അറ്റാച്ച് ചെയ്തു പോകും. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖമാണ് കൊച്ചി തുറമുഖം. ആ തുറമുഖം ഇപ്പോൾ വല്ലാത്ത തകർച്ചയിൽ കിടക്കുക. നഷ്ടത്തിലേക്ക് നഷ്ടം ഇതിങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിനപ്പുറം വല്ലാർപ്പാടും വന്നെങ്കിലും അതിൻ്റെയും ബാധ്യത കൊച്ചിൻ പോർട്ടിനാണ് ഏൽക്കേണ്ടി വരുന്നത്. കപ്പൽ നിർമ്മാണശാലയും മറ്റു രീതിയിൽ പുരോഗമിച്ചു എന്ന് പറയാൻ കഴിയില്ല. അടഞ്ഞുപോയ ബിനാനി സിംഗിൻ്റെ ആളുകൾ, അവിടുത്തെ പ്രതിനിധികൾ വന്നിട്ട് അത് തുറക്കേണ്ട കാര്യം ഉന്നയിക്കുകയുണ്ടായി. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം പ്രയാസത്തിൽ നിൽക്കുന്നു. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം നഷ്ടത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥ. ഒരു വ്യവസായശാലയ്ക്ക് ആവശ്യമായ ഇന്ധനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുള്ള പരാതിയും ഉന്നയിക്കുകയുണ്ടായി. ഇങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾ ഉയർന്നു വന്നു. ഇവിടെ കേരളത്തിൻ്റെ കാർഷിക രംഗം ഞങ്ങൾ പോയ എല്ലാ സ്ഥലങ്ങളിലും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. കാർഷിക രംഗം നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഉള്ള കാർഷിക വൃത്തി തുടരാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ റബ്ബറിൻ്റെ പ്രശ്നം എത്ര കാലമായി, എത്രയോ നാളുകളായി ഈ പ്രശ്നം തുടരുകയാണ്. പ്രസ്താവനക്കൊരു മുടക്കവുമില്ല, തുടരെ പ്രഖ്യാപനങ്ങളുണ്ട്. പക്ഷെ റബ്ബർ എടുക്കണ്ടേ, ഈ പറയുന്ന വില കിട്ടണ്ടേ? വൻ തകർച്ചയാണല്ലോ. അപ്പോൾ പല വില നിശ്ചയിച്ച് റബ്ബർ എടുക്കുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1 കിലോ റബ്ബറും കൃഷിക്കാരന് കൊടുക്കാൻ കഴിയത്തില്ല. കാരണം ആ സംവിധാനം ഉണ്ടായിട്ടില്ല എന്നർത്ഥം. ഇവിടെ എന്താ വേണ്ടത്? റബ്ബറിനെ സംരക്ഷിക്കാനാവണം. റബ്ബർ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങളും നമ്മുടെ നാട്ടിൽ വരേണ്ടി വരും. ഇപ്പോൾ
എല്ലാ സാധനങ്ങളും റബ്ബർ ബാൻഡും ബലൂണും വരെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയാണ്. നമ്മളീ കാണുന്നതിനെല്ലാം റബ്ബർ വേണമല്ലോ. അപ്പോൾ നമ്മൾ ടയർ കമ്പനികളെ മാത്രം ആശ്രയിക്കണമെന്നില്ല. ടയറുമാകാം, ടയർ വേണ്ടെന്നല്ല, പക്ഷേ ടയർ മാത്രമല്ല, മറ്റൊട്ടേറെ ഉൽപ്പന്നങ്ങൾ റബ്ബർ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു റബ്ബറിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായുള്ള നടപടിയിലേക്ക് നീങ്ങാൻ നമുക്ക് കഴിയണം. അതിലേറ്റവും പ്രധാനം റബ്ബറിന് ഒരു അമൂൽ മോഡൽ സ്വീകരിക്കാനാകണം എന്നുള്ളതാണ്. അമൂൽ മോഡലിന് പറ്റുന്ന എല്ലാ രീതികളും ഈ റബ്ബറിന് ബാധകമായിട്ടുള്ളതാണ്. അമൂല് വില്ലേജ് അടിസ്ഥാനത്തിലാണ് സൊസൈറ്റി, പിന്നെ അതിന് ജില്ലാടിസ്ഥാനമുണ്ട്, അതിൻ്റെ മറ്റു പ്രോസസ്സിങ് യൂണിറ്റുകൾ, പിന്നെ സംസ്ഥാന അടിസ്ഥാനത്തിൽ അതിൻ്റെ മറ്റു മാർക്കറ്റിങ്ങും കാര്യങ്ങളും. ഏറെക്കുറെ അതേ മാർഗം സ്വീകരിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് റബ്ബർ, ഒരു സംശയമില്ല. വിവിധ ഉൽപ്പന്നങ്ങൾ റബ്ബറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനും കഴിയും. അപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് മുൻകൈയെടുത്ത് റബ്ബർ കർഷകരെന്ന് പറയുമ്പം മഹാഭൂരിഭാഗവും ഒരേക്കറയിൽ താഴെയും ഒരേക്കറയും 2 ഏക്കറയൊക്കെ ഉള്ളവരാണല്ലോ മഹാഭൂരിഭാഗവും. അങ്ങനെ ചെറുകിട കർഷകരാണല്ലോ വലിയ തോതിൽ റബ്ബറിൻ്റെ അകത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുള്ള സൊസൈറ്റികൾ രൂപം കൊള്ളേണ്ടി വരും. ഗവൺമെൻറ്റിനെ ആശ്രയിച്ച് കുറേ കാലമായല്ലോ കേൾക്കുന്നത് നമ്മൾ. റബ്ബറിന് ഇത്ര വിലയുണ്ടാവും എന്ന് നിശ്ചയിക്കണം, ചുരുങ്ങിയ വില ഇത്രയായിരിക്കും എന്ന് നിശ്ചയിക്കണം ആ എടുക്കുന്നതിന് ഓരോന്നിനും. അതിൻ്റെ ഭാഗമായുള്ള മറ്റു കാര്യങ്ങളിലേക്ക് കടക്കണം. ഉൽപ്പന്നങ്ങൾ ആദ്യം തന്നെ എല്ലാം ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരും. എന്നാൽ കുറേ കാര്യങ്ങൾ ആദ്യം തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഓരോ സ്ഥലത്തും. അത് ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വേണ്ടത്. അപ്പം അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകേണ്ടതുണ്ട്. റബ്ബർ സംരക്ഷണത്തിനായി സർക്കാർ മുന്നിട്ടിറങ്ങണമെന്നും അത് സംബന്ധിച്ചുമുള്ള കാര്യങ്ങളാണ് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരുന്നത്.